ബി. സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ക്യാൻസർ സ്ക്രീനിംഗ് നടത്തുന്നതിനുള്ള സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച വികേന്ദ്രീകൃത ക്യാൻസർ ചികിത്സാ പദ്ധതിയിലൂടെ 25 ജില്ലാതല ആശുപത്രികളിലും ക്യാൻസർ കെയർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള ക്യാൻസർ ചികിത്സാ സൌകര്യങ്ങൾ ഈ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതാത് മേഖലകളിലെ റീജിയണൽ ക്യാൻസർ സെന്ററുകളുമായി സഹകരിച്ചുകൊണ്ടാണ് ജില്ലാ ക്യാൻസർ കെയർ സെന്ററുകൾ പ്രവർത്തിച്ചു വരുന്നത്. ഇത് കൂടുതൽ ആശുപത്രികളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള നടപടി ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു വരുന്നുണ്ട്. ക്യാൻസർ സ്ക്രീനിംഗിൽ രോഗം സംശയിക്കുന്നവർക്ക് തുടർ പരിശോധനകൾക്കായി ഹയർ സെന്ററുകളിലേക്ക് റഫർ ചെയ്യുന്നു. ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, തൃതീയതല ക്യാൻസർ സെന്ററുകൾ എന്നിവിടങ്ങളിൽ മാമോഗ്രാം, അൾട്രാസൌണ്ട് സ്കാൻ, പാപ്സ്മിയർ, കോൾപോസ്കോപ്പി, FNAC, ബയോപ്സി തുടങ്ങി എല്ലാ സൌകര്യങ്ങളും തുടർ പരിശോധനകൾക്കായി ഒരുക്കിയിട്ടുണ്ട്. സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രികളെയും ഈ പരിപാടിയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. ഇതിലൂടെ രോഗം സ്ഥിരീകരിക്കുന്നവരെ ക്യാൻസർ രോഗ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജുകൾ, തൃതീയതല ക്യാൻസർ സെന്ററുകൾ എന്നിവിടങ്ങളിലേക്കാണ് അവിടെ എത്തിച്ച് ചികിത്സ ഉറപ്പാക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജുകളിൽ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രത്യേക കോർ കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട്. റേഡിയോതെറാപ്പി, ജനറൽ സർജറി, ഗൈനക്കോളജി, റേഡിയോ ഡയഗ്നോസിസ്, പത്തോളജി, കമ്മ്യൂണിറ്റി മെഡിസിൻ എന്നീ വിഭാഗങ്ങളിലെ വകുപ്പ് തലവന്മാർ ഈ കമ്മിറ്റിയിൽ മെമ്പർമാരാണ്. കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി നോഡൽ ഓഫീസറെയും നിയമിച്ചിട്ടുണ്ട്. പ്രതിദിന അവലോകനം മെഡിക്കൽ കോളേജുകളിൽ നടന്നുവരുന്നുണ്ട്. സി. റീജിയണൽ ക്യാൻസർ സെന്ററിൽ ആരംഭിച്ചിട്ടുള്ള നൂതന ചികിത്സാ സംവിധാനങ്ങളായ ന്യൂറോ എൻഡോക്രൈൻ ട്യൂമറും പ്രോസ്റ്റേറ്റ് ക്യാൻസറും കണ്ടെത്തുന്നതിനായി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് 50 ലക്ഷം രൂപ ചെലവിൽ ഗാലിയം ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. സർ, ഇതുകൂടാതെ ന്യൂറോ എൻഡോക്രൈൻ പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾക്ക് ലുട്ടീഷ്യം ചികിത്സയും ആരംഭിച്ചു. KSIDCയുടെ ധനസഹായത്തോടെയാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉൾപ്പെടെ യൂറോ ഓങ്കോളജി റേഡിയേഷൻ ചികിത്സ ആവശ്യമുള്ള രോഗികൾക്ക് ഇറിഡിയം ഉപയോഗിച്ച് ബ്രാക്കി തെറാപ്പി നൽകുന്ന സംവിധാനമായ യൂറോ ബ്രാക്കി തെറാപ്പി യൂണിറ്റ് ബഹുമാനപ്പെട്ട മുൻ രാജ്യസഭാ MP ആയ ശ്രീ CP നാരായണന്റെ വികസന ഫണ്ടിൽ നിന്നും 2,60,00,000 ചെലവഴിച്ച് RCCയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് 20 കോടി രൂപ ചെലവിൽ ഒരു റിംഗ് ഗാൻട്രി ലീനിയർ ആക്സിലറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന 3T MRI സ്കാൻ, 3D ഡിജിറ്റൽ മാമോഗ്രാഫി യൂണിറ്റ് എന്നിവ സ്ഥാപിച്ചു. MRI സ്കാൻ യൂണിറ്റിന് 19.5 കോടി രൂപയും 3D ഡിജിറ്റൽ മാമോഗ്രാമി യൂണിറ്റിന് 22.5 കോടി രൂപയുമാണ് ചെലവ്. ഈ ഹൈടെക് ഉപകരണങ്ങൾ വഴി അതീവ കൃത്യതയോടെ വളരെ വേഗത്തിൽ രോഗനിർണയം നടത്താനും അങ്ങനെ കൃത്യസമയത്ത് തന്നെ കൃത്യമായ ചികിത്സ നൽകാനും കഴിയും. ഇതൊരു തുടർച്ചയായ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. നവകേരള കർമ്മ പദ്ധതി 2 ആർദ്ര മിഷന്റെ ഭാഗമായി 10 കാര്യങ്ങൾ വിഭാവനം ചെയ്തതിൽ ഒന്നായിരുന്നു സർ ക്യാൻസർ രോഗ നിയന്ത്രണം. കഴിഞ്ഞ 2 വർഷമായി നമ്മൾ പോപ്പുലേഷൻ സ്ക്രീനിംഗ് നടത്തുന്നുണ്ട്. വീട് വീടാനന്തരം ആരോഗ്യ പ്രവർത്തകർ ചെന്ന് ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവരുടെ കണക്കെടുക്കുകയും വരാൻ സാധ്യതയുള്ളവരെ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. സർ, ഇതിന്റെ അടിസ്ഥാനത്തിൽ 9 ലക്ഷം ആളുകൾക്ക് ക്യാൻസർ രോഗം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ആദ്യ വർഷത്തെ ജീവിതശൈലി രോഗ പോപ്പുലേഷൻ സർവേയിൽ കണ്ടെത്തിയിരുന്നു. സർ, ഇതിൽ 1.5 ലക്ഷം ആളുകൾ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങളിലോ ആശുപത്രികളിലോ പരിശോധനയ്ക്കായി പോലും എത്തിയിട്ടുള്ളത്. ബാക്കി 7.5 ലക്ഷം ആളുകൾ ഒരു തരത്തിലും പരിശോധനയ്ക്ക് ആരോഗ്യ കേന്ദ്രങ്ങളിലോ ആശുപത്രികളിലോ എത്തിയിട്ടില്ല. സർ, ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ജനകീയ ക്യാമ്പയിൻ, സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ക്യാമ്പയിൻ കൂടിയാണ്. സർ, ഇന്ന് രാവിലെ വരെ 5,09,000 സ്ത്രീകൾ ഇതിൽ സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. സർ, ആദ്യത്തെ മാസം ഫെബ്രുവരി മാസം 4-ാം തീയതി ലോക ക്യാൻസർ ദിനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. മാർച്ച് 8 വനിതാ ദിനം വരെ നീണ്ടു നിൽക്കുന്ന ആദ്യത്തെ മാസം സ്ത്രീകൾക്കായി സമർപ്പിച്ചു എന്നുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും സർ 12 മാസ കാലയളവാണ്. പുരുഷന്മാർക്കും ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്കും തന്നെ ഈ സ്ക്രീനിങ്ങിന് വിധേയരാകണം എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സർ, ഇതിലൂടെ ആത്യന്തികമായി ഒരു ബിഹേവിയറൽ ചേഞ്ച്, അതായത് കൃത്യമായ ഇടവേളകളിൽ 30 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമാകണം എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതിന് കാരണം സർ, നമ്മൾ കേരളത്തിൽ 3-ാമത്തെയോ 4-ാമത്തെയോ ഫേസിലാണ് ഭൂരിപക്ഷം ആളുകളും ക്യാൻസർ കണ്ടെത്തുന്നത്. അപ്പോഴേക്കും രോഗം സങ്കീർണമാകും, ചികിത്സ സങ്കീർണമാകും. തീർച്ചയായിട്ടും പുരുഷന്മാർക്കും ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും എല്ലാവരും ഈ സ്ക്രീനിങ്ങിന് വിധേയമാകണം എന്നുള്ളതാണ്. അതിനുള്ള പ്രത്യേക പ്രോട്ടോകോൾ കൂടി സർ ഈ ആഴ്ച അത് പുറത്തുവിടുന്നുണ്ട്. സർ, ക്യാമ്പയിൻ ജനകീയമാകുന്നത് സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും അത് ഏറ്റെടുക്കുമ്പോഴാണ്. സർ, ഈ ഒരു ക്യാമ്പയിനെ കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുത്തപ്പോൾ ഇപ്പോൾ ആദ്യ മാസം വനിതകൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുകയാണല്ലോ. അതിന് കാരണം സർ, സ്ത്രീകളും പുരുഷന്മാരും സ്വന്തം ആരോഗ്യത്തിന് കൊടുക്കുന്ന പ്രാധാന്യം ഒരുപക്ഷെ നമ്മുടെ മുൻഗണനാ ലിസ്റ്റിലൊന്നും കാണില്ല. അതിൽ ഒരു പടി കൂടി
ഒട്ടും ആരോഗ്യം ശ്രദ്ധിക്കാത്ത ഒരു ജനവിഭാഗം കൂടിയാണ് സർ സ്ത്രീകൾ. അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്, എന്നാൽ കുറച്ചുകൂടി കൂടുതൽ സ്ത്രീകളാണ്. അതുകൊണ്ട് ആദ്യത്തെ ഒരു മാസം സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ സമർപ്പിച്ചു എന്നുള്ളതാണ്. സർ, ഇത് ആലോചിച്ച് തീരുമാനിച്ചപ്പോൾ സംസ്ഥാനത്തെ എല്ലാ സ്ത്രീ സംഘടനകളെ, എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളിലും ഉള്ള സംഘടനകളെ, അതോടൊപ്പം വിവിധ സംഘടന, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മാത്രമല്ല സർ, ഇപ്പോൾ ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ പ്രതിനിധി വരെ ആ മീറ്റിംഗിൽ പങ്കെടുത്തു. പാലിയേറ്റീവ് കെയർ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പങ്കെടുത്തു. അങ്ങനെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു യോഗം നടത്തി. നല്ല പ്രതികരണമാണ് സാർ അതിലുണ്ടായിട്ടുള്ളത്. എല്ലാ സംഘടനകളിലും എല്ലാവരും ഇതിൽ പങ്കാളികളാണ്. അതുകൂടാതെ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ സാർ ഇക്കാര്യം കൂടി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നമുക്കൊരു 200 പേരെങ്കിലും കുറയാത്ത ആളുകൾ ഉള്ള ഇടങ്ങളിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ്, പ്രൈവറ്റ് ആശുപത്രികളുടെയും NGOകളുടെയും ഒക്കെ സഹകരണത്തോടുകൂടി റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ ആവശ്യപ്പെട്ടാൽ അവിടെ യോഗം നടത്തുന്നതാണ്. സർ, കഴിഞ്ഞ ദിവസം കൊല്ലം കോർപ്പറേഷന്റെ വാടിക്കടപ്പുറം ഉൾപ്പെടെയുള്ള 3 ഡിവിഷനുകളിൽ ആ വീടുകൾ മുഴുവൻ കവർ ചെയ്തു. 3150 വീടുകളും കവർ ചെയ്ത് അവിടുത്തെ മുഴുവൻ ആളുകളും 30 വയസ്സിന് മുകളിലുള്ള മുഴുവൻ സ്ത്രീകളും സ്ക്രീനിങ്ങിന് വിധേയമായി. എല്ലാ ജില്ലകളിലും ട്രൈബൽ മേഖലയിലും ഇത് സംഭവിക്കുന്നു സർ. അങ്ങനെ എല്ലാ മേഖലയിലും ഇത് ഉണ്ടാകുന്നുണ്ട്. എല്ലാ സംഘടനകളെയും പ്രസ്ഥാനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ്. NGOകൾ ഇതിലുണ്ട്, പ്രൈവറ്റ് ആശുപത്രികളുണ്ട്. എല്ലാവരും ഈ ആപ്തവാക്യത്തിലാണ് സർ ഈ ക്യാമ്പയിന്റെ ഭാഗമാകുന്നത്. സാഗ്, ദ അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് ഡെസ്റ്റിനേഷൻ. വാച്ച് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.